ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച ഒരു അടിപൊളി ബീഫ് കറി പൊറോട്ടയുടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലുള്ളതും ഇല്ലാത്തതായിട്ടുള്ള കഷ്ണങ്ങൾ ഇതുപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള സാധാരണ മുളക് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി സമയമുണ്ടെങ്കിൽ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ മസാലയൊക്കെ ബീഫിൽ കുറച്ചും കൂടി ഒന്ന് പിടിച്ചു കിട്ടും. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല, അങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ്. ബീഫ് വേവുമ്പോൾ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളത്തിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ബീഫ് നമ്മൾ മുഴുവനായിട്ട് വേവിക്കണില്ല, ഏകദേശം ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കുക. ബാക്കി വേവ് നമ്മളിതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് വേവിക്കാൻ വേണ്ട വിസിലിൻ്റെ എണ്ണം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിലിന് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ബീഫ് വേഗം കുക്കായി വരും, ചിലത് കുറച്ച് സമയം എടുക്കും വേവാൻ. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഏകദേശം ഒരു 1/4 ഭാഗം വേവാവുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, അപ്പോഴാണ് നാടൻ ടേസ്റ്റ് കിട്ടുക. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആദ്യം ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഗ്രാമ്പൂ, 2 ഏലക്കായ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് നാളികേരം ചേർക്കാം. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ നാളികേരം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. നാളികേരം കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും, കയ്പ്പരസം ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാളികേരം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ നാളികേരം ഇതുപോലെ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല എരിവുള്ള കറിയാണ്. അപ്പോൾ ഈ മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും അതുപോലെ അതിൽ ചേർക്കുന്ന പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയുടെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. അതൊക്കെ നല്ല ഫ്ലേവർ ഉള്ളതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതിയാവും. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതിൽ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. വെള്ളമോ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ബീഫ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 15 ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർക്കാം. ഇതിൽ സവാള എടുക്കണ നിർബന്ധമില്ല കേട്ടോ, മുഴുവനായിട്ടും ചെറിയ ഉള്ളി എടുത്താലും മതി. പിന്നെ ഒരു 2-3 പച്ചമുളക് ചേർക്കാം, എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് സവാള ഏകദേശം ഇതുപോലെ ഒന്ന് പകുതി വാടി വന്നാൽ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി സവാള നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം.
അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം തക്കാളി നന്നായിട്ട് വഴന്നു വന്നാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു 3/4 വേവല്ലേ ആയിട്ടുള്ളൂ. നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പിനടുത്ത് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ബീഫ് നന്നായിട്ട് വേവുന്ന വരെ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ബീഫ് നന്നായിട്ട് വേവണം. അതുവരെ അതുപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കേണ്ടി വരും. അതിനുശേഷം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ നാളികേരം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പിനടുത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി എത്രത്തോളം ലൂസായിട്ട് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം അവസാനം നമുക്കിതിലേക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് അങ്ങനെയും ചേർക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി വറുത്തരച്ച ബീഫ് കറി റെഡിയായി. പൊറോട്ടയുടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്